ഗോസ്പൽ ഫോർ ഓൾ നേഷൻസ് ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ വിദൂര സംപ്രേഷണ സുവിശേഷ കാര്യപരിപാടിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾക്കുള്ള സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഈ ടെലിവിഷൻ ചാനൽ കൂടെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യത്തെ ജനിച്ച മനുഷ്യനെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ ആദ്യം ജനിച്ച മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആരാണെന്ന് നിങ്ങൾക്ക് വേഗത്തിൽ പിടികിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വേദപുസ്തക ചരിത്രത്തിൽ ആദാം ഹവമാർ ഇവർ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാണ് നാം വായിക്കുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നാം വായിക്കുന്നു. എന്നാൽ അതിനുശേഷം ആദാം ഹവമാർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ആദാം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്ന് പറഞ്ഞാൽ ആദാമിൻ്റെ പാപത്താലുള്ള വീഴ്ച ഭവിച്ച സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഒരു മകനെ ജനിപ്പിച്ചു. ആ മകനെ കായീൻ എന്ന് പേരിട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഹവ്വ അവന് പേരിടുമ്പോൾ യഹോവയാൽ എനിക്കൊരു മകൻ നൽകപ്പെട്ടു, അല്ലെങ്കിൽ യഹോവയായ ദൈവം എനിക്കൊരു മകനെ നൽകി എന്ന് പറഞ്ഞാണ് അവന് കായീൻ എന്ന് പേരിട്ടത്. നല്ല പേരൊക്കെയാണ്, പക്ഷേ പേര് നല്ലതാണെങ്കിലും അവൻ യഹോവയാൽ നൽകപ്പെട്ടവനാണ് എന്ന് ആദാമോ ഹവയോ പറഞ്ഞുവെങ്കിലും പിന്നീട് ദൈവവചനം അവനെക്കുറിച്ച് പറയുന്നത് കായീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൻ്റെ വീഴ്ച ഭവിച്ച, പാപത്തിൽ ജനിച്ച, പാപം ഭരിക്കുന്ന ഒരു ജീവിതത്തിൽ ആയിത്തീർന്ന ഒരു മനുഷ്യനായിരുന്നു കായീൻ എന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ കായീനെ കുറിച്ചാണ് ഇപ്പോൾ ചില കാര്യങ്ങൾ നാം ഒന്നിച്ച് ഇവിടെ ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തിലെ ആദ്യമായി ജനിച്ച വ്യക്തിയാണ് കായീൻ എന്ന് പറയുന്നത്. ആദ്യ ദമ്പതികളായ ആദം ഹവമാർക്ക് ആദ്യമായി ഭൂമിയിൽ ജനിച്ച, അല്ലെങ്കിൽ ലോകത്തിൽ ഇന്ന് വരെയുള്ള ഏതാണ്ട് 850 കോടിയോളം വരുന്ന ജനതകളിൽ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ജീവിച്ചുള്ള ജനസഹസ്രങ്ങളിൽ ആദ്യമായി ഭൂമിയിൽ ജനനത്തിലൂടെ ലോകത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് കായീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു ഹാബേൽ. ഈ ഹാബേല് വളരെ വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു പക്ഷെങ്കിൽ തൻ്റെ മാതാപിതാക്കൾ ഈ പാപത്താൽ അവർക്ക് സംഭവിച്ച വീഴ്ചയെക്കുറിച്ച് അവരോട് 2 മക്കളോടും പറഞ്ഞു കൊടുത്തതനുസരിച്ച് ഇരുവരും ദൈവസന്നിധിയിൽ യാഗം കഴിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കുവാൻ. അവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ യാഗമായി വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ ആരാധിപ്പാനായി ദൈവസന്നിധിയിൽ ഇരുകൂട്ടരും യാഗമായി വരികയാണ്. ഇങ്ങനെ യാഗമായി വന്ന ഇരുകൂട്ടരും നമ്മൾ വായിക്കുന്നു, അവരിരുവരും ദൈവസന്നിധിയിൽ വന്നെങ്കിലും കായീന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും ചെയ്തു. ബാല്യകാലത്തൊക്കെ ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിനെ മതിച്ചിരുന്ന ഒരു ചിന്ത, കായീൻ കൃഷി വകകളിൽ നിന്നാണ് ദൈവത്തിന് യാഗം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൃഷിക്കാരനായിരുന്നു എന്ന് വളരെ വ്യക്തമായി ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഹാബേൽ ആട്ടുവളർത്തുകാരനായിരുന്നു എന്നും പറഞ്ഞു. അവൻ ആടുകളെ വളർന്നവനായിരുന്നു, കായീന് നിലത്ത് കൃഷി ചെയ്യുന്നവനായിരുന്നു. ദൈവം ശപിച്ച ഭൂമിയിലെ സസ്യാദികളിൽ നിന്ന് ഉൽപ്പാദിതമായിരുന്ന വസ്തുവകകൾ കൊണ്ട് അവൻ ദൈവസന്നിധിയിൽ യാഗാർപ്പണത്തിനായി വന്നതുകൊണ്ടാണ് ദൈവം അവൻ്റെ യാഗത്തെ അംഗീകരിക്കാതെ പോയതെന്നാണ് ഒരു കാലം വരെ ഞാൻ ചിന്തിച്ചു പോകുന്നത്, വിശ്വസിച്ചു പോകുന്നത്. എന്നാൽ സൂക്ഷ്മമായി ദൈവവചനം പഠിച്ചപ്പോൾ അങ്ങനെയല്ല. ഈ കായീൻ കൊണ്ടുവന്ന ഈ കാർഷിക വിഭവങ്ങൾ ദൈവം ശപിച്ച ഭൂമിയിലെ വിഭവങ്ങളാകിയാൽ അവ ശപിക്കപ്പെട്ടതായതുകൊണ്ട് ദൈവം അവനെ സ്വീകരിച്ചില്ല എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഹാബേൽ ആട്ടുകൃഷിക്കാരനാണ്. ആടും ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിൽ വന്നതല്ലേ? കാരണം ദൈവം ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും ആദാം മുഖാന്തരമായി ശപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ശാപഭൂമിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കൊണ്ട് വന്നതുകൊണ്ടല്ല ഒരുവനിൽ പ്രസാദിക്കുകയും ഒരുവനിൽ പ്രസാദിക്കാതിരിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഒരു സേയിങ് ഉണ്ട്, ബിഫോർ ഗോഡ് അക്സെപ്റ്റ്സ് ദ സാക്രിഫൈസസ് ദാറ്റ് ഹി ഹാസ് ടു അക്സെപ്റ്റ് ദ പേഴ്സൺ ഹു ഓഫേഴ്സ് ദ സാക്രിഫൈസസ്. അതായത് ദൈവം യാഗങ്ങളെ അംഗീകരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നതിന് മുമ്പ് യാഗ അർപ്പകനെ ദൈവം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നത് God did not receive or accept Cain
wherefore he did not accept his offerings. ദൈവം കായീനെ അംഗീകരിച്ചിരുന്നില്ല, കൈക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് ദൈവം അവൻ അർപ്പിച്ച യാഗത്തെയും കൈക്കൊണ്ടില്ല എന്നേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. സോ ദൈവം അംഗീകരിക്കാത്ത ഒരാളെ എത്രമാത്രം യാഗങ്ങൾ ദൈവസ്ഥലിൽ അർപ്പിച്ചാലും ആ യാഗത്തെ ദൈവം അംഗീകരിക്കുകയോ ദൈവം അതിൽ പ്രസാദിക്കുകയോ ചെയ്യുകയില്ല. ഈ ആധുനിക കാലം വന്നു കഴിഞ്ഞപ്പോൾ ക്രൈസ്തവ ലോകത്ത് ധാരാളം വിഭാഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഭാഗങ്ങളും ഉപവിഭാഗങ്ങളുമുണ്ട്. ഇന്ന് ഏറ്റവും അധികം മനുഷ്യൻ പ്രയാസപ്പെടുന്നത് സഭയ്ക്ക് പേരിടാൻ വേണ്ടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു കാലഘട്ടത്തിൽ സിനിമാ ലോകത്ത് പുതിയ പുതിയ പേര് കണ്ടുപിടിക്കാൻ മനുഷ്യൻ വളരെ ബന്ധപ്പെട്ടിരുന്നു. ഞാനിങ്ങനെ തോന്നുന്നുണ്ട്, വിടരാൻ കൊതിക്കുന്ന പൂവ് എന്ന് ഒരു സിനിമയുടെ പേര്. വിടരാൻ കൊതിക്കുന്ന പൂവ്, രണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, മൂന്ന് കൊഴിഞ്ഞ പൂവ്, 4 വിടരും മുമ്പേ കൊഴിഞ്ഞ പൂവ്. ഇങ്ങനെ ഒരേ പൂവ് തന്നെ പല പേരുകൾ. ഇതുപോലെ സഭകളും ഇന്ന് മനുഷ്യൻ പല പേരുകളിലാണ് അറിയുന്നത്. പല പേരുകളാൽ സഭയെ അറിയപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഏതെല്ലാം സഭകളിലായിരുന്നാലും മനുഷ്യൻ ചിന്തിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ കുർബാന ചൊല്ലിയാൽ, കുമ്പസാരങ്ങൾ അർപ്പിച്ചാൽ, കൂദാശകൾ അർപ്പിച്ചാൽ ദൈവം അതിൽ പ്രസാദിക്കുകയും ദൈവം മനുഷ്യന് പാപപരിഹാരം നൽകുകയും ചെയ്യും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ദൈവം പാപിയായ മനുഷ്യന്റെ പ്രാർത്ഥനയും അവന്റെ ആരാധനയും കൈക്കൊള്ളുന്നില്ല. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധന ദൈവത്തിന് സ്വീകാര്യമായി തീരണമെന്നുണ്ടെങ്കിൽ ആരാധിക്കും മുമ്പേ ആരാധിക്കുന്നവനെ ദൈവം അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം ഒരു വ്യക്തിയെ ആരാധനയ്ക്ക് യോഗ്യനായി അംഗീകരിക്കുന്ന മാനദണ്ഡം എന്താണെന്ന് വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ മാനദണ്ഡം, അവൻ മാനസാന്തരപ്പെട്ട് വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് തന്റെ പാപത്തിന്റെ ശുദ്ധീകരണം യേശുക്രിസ്തുവിന്റെ നിയമരക്തത്താൽ പ്രാപിച്ച് നിത്യജീവന്റെ പങ്കാളിയായി തീർന്നു എങ്കിൽ മാത്രമേ ദൈവം അവനെ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ അല്ലാത്ത ഒരാളെ, എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ജീവിതത്തിന്റെ വ്യക്തിപരമായ ജീവിതവശത്ത് കർത്താവും ക്രിസ്തുവുമായി അംഗീകരിക്കാത്ത ഒരു വ്യക്തി എത്രമാത്രം ആരാധന ദൈവത്തിന് അർപ്പിച്ചാലും ആ ആരാധനയെ ദൈവം സ്വീകരിക്കുകയില്ല എന്നാണ് ദൈവത്തിന്റെ വയലിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കായീന്റെ യാഗത്തെ ദൈവം അംഗീകരിക്കാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. ബിക്കോസ് ഗോഡ് ഹാഡ് നോട്ട് അക്സെപ്റ്റഡ് കായിൻ whereas he was unwilling to receive the offering he offered. ദൈവം കായിനെ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൻ അർപ്പിച്ച യാഗത്തെയും ദൈവം അംഗീകരിച്ചില്ല. കായിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കഴിയും: ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്ന ജീവിതം, ദ ലോൺലിനെസ് ഓഫ് ലൈഫ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും സാധാരണയായി അനുഭവിക്കുന്ന, അല്ലെങ്കിൽ മിക്കവാറും ആളുകൾ സാധാരണയായി അനുഭവിച്ചു വരുന്ന ഒരു അനുഭവമാണ് ജീവിതത്തിലെ ഏകാന്തത എന്ന് പറയുന്നത്. ഏകാന്തതയിലേക്ക് മനുഷ്യൻ വലിച്ചെറിയപ്പെടുമ്പോൾ വാസ്തവത്തിൽ അവന് പിന്നെ മുന്നോട്ടുള്ള അവന്റെ ജീവിതം അവന് വലിയ പ്രയാസകരമായി തോന്നും. അതുകൊണ്ട് ഇവിടെ കായീൻ എന്ത് ചെയ്തു? ഏകാന്ത പതികനായി മാറി. എന്താ ഏകാന്ത പതികനായി മാറാൻ കാരണം? അവൻ ദൈവസ്ഥൽ നാട്ടി ഓടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷ്യബോധമില്ലാതെ ഏകാന്ത പതികനായി തന്റെ ജീവിതം മുഴുവൻ, തന്റെ ജീവിതത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടവനായി, അല്ലെങ്കിൽ തന്നെത്താൻ അത് കൊട്ടി അടച്ചവനായി കായീൻ തന്റെ ജീവിതത്തിൽ ജീവിക്കേണ്ടായി വന്നു. അങ്ങനെ അവസാനിക്കേണ്ടായി വന്നു എന്നാണ് നാം വായിക്കുന്നത്. വാസ്തവത്തില് കായീൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊന്നത് മുഖാന്തരമാണ് ഇങ്ങനെ അലഞ്ഞ് ഉഴന്ന് ഏകാന്തതയിൽ നടക്കേണ്ട ഒരു ജീവിതഗതി അവന് അനുഭവമാകുവാൻ കാരണമായി തീർന്നത്. നാം മനസ്സിലാക്കുന്നല്ലോ, ദൈവം അവന്റെ യാഗത്തെ അംഗീകരിച്ചില്ല എന്ന് കണ്ടപ്പോൾ ദൈവം എന്തുകൊണ്ട് തന്റെ യാഗത്തെ അംഗീകരിച്ചില്ല എന്ന് സൂക്ഷ്മമായി അറിയേണ്ടതിന് പകരം അവന് എന്ത് ചെയ്തു? ദൈവം ആരുടെ യാഗത്തിൽ പ്രസാദിച്ചോ ആ തന്റെ സ്വന്തം സഹോദരനെ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് എന്ന് അവിടെ വെച്ച് അവനോട് കാരണം കൂടാതെ കയർത്ത് അവനെ കൊല്ലുവാനാണ് അവൻ ശ്രമിച്ചത്. അവന്റെ ഇളയ സഹോദരനോട് വരിക, നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ ചെയ്ത ആഹ്വാനത്തെ സസന്തോഷം സ്വീകരിച്ചാണ് അനുജനാകുന്ന ഹാബേൽ അവന്റെ കായിന്റെ കൂടെ പോയത്. വിശ്വചരിത്രത്തിലെ ആദ്യം ജനിച്ച മനുഷ്യൻ വിശ്വചരിത്രത്തിൽ രണ്ടാമത് ജനിച്ച മനുഷ്യനെ കൊലപാതകം ചെയ്യുന്ന ക്രൂര വിനോദമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്തു? ഹി ബ്രോട്ട് അപ്പോൺ ഹിംസെൽഫ് വാണ്ടറിങ്, എയിംലെസ്നെസ് ആൻഡ് ലോൺലിനെസ് ഓഫ് ലൈഫ്. അത് മുഖാന്തരമായി തന്റെ ജീവിതത്തിലെ ലക്ഷ്യബോധമില്ലായ്മയും ഏകാന്തതയും അതുപോലെ താന് തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത്.
അങ്ങനെ ഈ കായീൻ എന്ത് ചെയ്തു? അവന്റെ ജീവിതത്തിന്റെ വാതിലുകളെല്ലാം അടച്ചു കളഞ്ഞു. 4 തലങ്ങളിലാണ് കായീൻ തന്റെ ജീവിതത്തിന്റെ വാതിലുകളെ അടച്ചു കളഞ്ഞത്. ഇത് കായീനി അടച്ച വാതിലുകൾ ലോകത്തിലെ ഏത് അവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചും തികച്ചും അന്വർത്ഥമായിരിക്കുന്ന ചിന്തകളാണ്. ഏതെല്ലാം മരണങ്ങൾ നമ്മൾ നോക്കാം. 1, കായീൻ അവിശ്വാസത്താൽ അവൻ ദൈവത്തിലേക്കുള്ള വാതിൽ അടച്ചു കളഞ്ഞു. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? സോ ഇറ്റ് ഈസ് ഫെയ്ത്ത് വിച്ച് ബ്രിങ്സ് എ പേഴ്സൺ ടു ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് ഒരുവനെ ആനയിക്കുന്നത് എന്താണ്? വിശ്വാസമാണ്. ഈ വിശ്വാസം എങ്ങനെ? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. പല ആളുകളുടെയും അവിശ്വാസമാണ് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളയുന്നത്. ദൈവത്തിലേക്കുള്ള വാതിലുകൾ അവിശ്വാസം കൊണ്ട് അടച്ചു കളയുന്ന നിത്യശിക്ഷാവിധിയിലേക്ക് പാലായനം ചെയ്യപ്പെടുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തുറക്കപ്പെടുന്ന വാതായനമാണ്. ഇപ്പൊ വിശ്വാസം എന്ന വാതായനത്തിലൂടെ അല്ലാതെ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. എന്താണ് ഈ വിശ്വാസം? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം വായിക്കുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. എന്താണ് ഈ ആശിക്കുന്നതിന്റെ ഉറപ്പ്? വിശ്വാസം ഉന്നം വയ്ക്കുന്ന ഒരിടമുണ്ട്. നമ്മുടെ വിശ്വാസം നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് രക്ഷിതാവായി വരും എന്നുള്ളതാണ്. അങ്ങനെ കർത്താവായ യേശു രക്ഷിതാവായി വരുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള പാപപ്രകൃതമുള്ള ശരീരത്തെ അവിടുത്തെ അമർത്യമായ ശരീരത്തോട് അനുരൂപമായി അവിടുത്തെ രൂപാന്തരപ്പെടുത്തുമെന്നും നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ് ദൈവത്തിലേക്ക് തുറക്കപ്പെടുന്ന വാതിൽ. യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു യോഹന്നാൻ 10-ൽ, ഞാൻ വാതിലാകുന്നു, ഞാൻ രക്ഷയുടെ വാതിലാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ബാല്യക്കാരെ, ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഒരു വസ്തുത ഓർപ്പിക്കട്ടെ. നമ്മുടെ ആത്മരക്ഷയുടെ ഏക വാതിൽ നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും ആത്മരക്ഷയ്ക്ക് യാതൊരു മാർഗവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയുള്ളൂ. യേശുവിന്റെ നിയമരക്തത്താൽ മാത്രമേ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവസ്ഥനിലേക്ക് ഒരു സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, ഞാനാണ് വാതിൽ. ഞാൻ എന്തിന്റെ വാതിലാണ്? ഞാൻ രക്ഷയുടെ വാതിലാണ്. ഡോർ ഓഫ് സാൽവേഷൻ. നമ്മുടെ ആത്മരക്ഷയുടെ വാതിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ ഏക വാതിൽ വഴിയായി അകത്തിറക്കണം. ഇന്ന് ലോകത്തിലെ അനേക മനുഷ്യരും തെറ്റിപ്പോകുന്നതെന്ന് അറിയാവോ? അതായത് അവർ ദൈവത്തിലേക്കുള്ള അവരുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്നതിന്റെ ഒരു കാരണം അവർ വിശ്വസിക്കുന്ന മതങ്ങളാണ്. മതങ്ങൾ എന്ന് പറയുന്നതൊക്കെ മനുഷ്യന്റെ അഭിപ്രായങ്ങളാണ്. ദൈവത്തെ എങ്ങനെ കണ്ടെത്താം, ദൈവത്തിലേക്ക് എങ്ങനെ ചെന്നെത്താം എന്നതിലേക്ക് മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗങ്ങളെയാണ് മതങ്ങൾ എന്ന് പറയുന്നത്. അതിനവർ ചില തത്വചിന്തകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ മതങ്ങൾക്കും അതാതിൻ്റെതായിട്ടുള്ള ചിന്തകളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കേണ്ട കാര്യം, മനുഷ്യന് മതങ്ങളെ ഉണ്ടാക്കി. ഈ മതങ്ങളെ ഉണ്ടാക്കിയിട്ട് ഈ മതത്തിന്റെ ചിന്തയിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ ആ മതങ്ങൾ എന്നിട്ട് അവർ പറഞ്ഞറിയാമോ, ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് നദികളുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ആമസോൺ നദിയും അതുപോലെ തന്നെ ഒരിക്കലും പറ്റാത്ത നൈൽ നദിയും ഇങ്ങനെയുള്ള ധാരാളം നദികൾ ലോകത്തിലുണ്ട്. ഈ നദികളെല്ലാം ഉയർന്ന കുന്നുകളിൽ നിന്നോ പർവ്വതങ്ങളിൽ നിന്നോ പൊട്ടിപ്പുറപ്പെടുന്ന ഉറവുകളാണ്. ചെറിയ ഉറവ് ജാലികളായി അവ അവിടുന്ന് തുടങ്ങി ദീർഘമൈലുകൾ അത് നീളത്തിൽ ഒഴുകി ഒടുവിൽ ചെന്നിട്ട് കടലിൽ പതിക്കുകയാണ്. ഒന്നെങ്കിൽ അറബിക്കടലിൽ, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ, അല്ലെങ്കിൽ പസഫിക് സമുദ്രത്തിൽ അത് ചെന്ന് പതിക്കുകയാണ്. അപ്പോൾ അവരുടെ കൺക്ലൂഷൻ അറിയാവോ? എവരി റിവേഴ്സ് ആർ beginning from different places, flowing through different land, but ending at one place. എല്ലാ നദികളും പല സ്ഥലങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് വിവിധ സ്ഥലങ്ങൾ കൂടി ഒഴുകി ഒടുവിൽ എന്ത് ചെയ്യുന്നു? ഒരേ സ്ഥലത്ത് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. ലൈക്ക് വൈസ് ഓൾ റിലീജിയൻസ് ആർ with different thoughts, but they all are seeking God, and finally the whole religion takes the devotees to God എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ മതങ്ങളും പല ആശയങ്ങളും പറയുന്നുണ്ടെങ്കിലും ആ മതങ്ങളെല്ലാം അതിന്റെ ഭക്തന്മാരെ എന്ത് ചെയ്യുന്നു? ആത്യന്തികമായി ദൈവത്തിങ്കൽ കൊണ്ടെത്തിക്കുന്നു എന്നാണ്. ഇതൊരു ഫോൾസ് ടീച്ചിങ് ആണ്. നോ റിലീജിയൻ ക്യാൻ ടേക്ക് യു ഓർ മീ ഇൻ ടു ഹെവൻ. ഒരു മതവും എന്നെയും നിങ്ങളെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നില്ല.
നോ റിലീജിയൻ ഹാസ് എനി ഡോർ ഓഫ് സാൽവേഷൻ. ഒരു മതത്തിനും രക്ഷയുടെ വാതിലില്ല. കർത്താവായ യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. യേശുക്രിസ്തു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇന്ന് കാണപ്പെടുന്ന ഈ ക്രൈസ്തവികത എന്ന് പറയുന്ന മതം അത് ക്രിസ്തു സ്ഥാപിതം അല്ല. ഇവിടെ അവർ ഉണ്ടാക്കുന്ന പള്ളികളും കപ്പലുകളും ഒന്നും യേശു ക്രിസ്തു കൽപ്പിച്ചതോ സ്ഥാപിച്ചതോ അല്ല. അതൊക്കെ കാലാകാലങ്ങളിലായി മനുഷ്യർ ഉണ്ടാക്കി വെച്ചതാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഐ ആം ദ ഡോർ ഓഫ് സാൽവേഷൻ, ഞാൻ രക്ഷയുടെ വാതിലാണ്. അതായത് നമുക്ക് ആത്മരക്ഷ പ്രാപിക്കാനുള്ള ഏക വാതിൽ കർത്താവായ യേശുവാണ്. ഈ യേശുവിൽ കൂടി മാത്രമാണ് രക്ഷയുള്ളത്. അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുന്നതിന് യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൽ അനേക മതങ്ങളും എല്ലാ മതങ്ങൾക്കും അതേതിൻ്റെതായിട്ടുള്ള മതഗ്രന്ഥങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുമ്പസാരങ്ങളും കൂദാശകളും എല്ലാം ഉണ്ട്. അതിൻ്റെതായ ആചരണങ്ങളുണ്ട്. അതാത് മതങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ദേവീ ദേവന്മാരുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദി ഓൺലി സേവിയർ. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ. ആ ഏക രക്ഷകളിൽ കൂടെ അകത്ത് കിടക്കുന്നവർക്ക് മാത്രമാണ് രക്ഷാമാർഗം ഉള്ളത്. ഇവിടെ കായിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ അവിശ്വാസത്താൽ ദൈവത്തിങ്കിലേക്കുള്ള വാതിൽ അടച്ചു കളഞ്ഞതായി നാം വായിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് യോഹന്നാൻ പറയുമ്പോൾ കായീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. കായീൻ ദുഷ്ടൻ പിശായിൽ നിന്നുള്ളവൻ. അവന്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടുന്നാണ്? പിശായിൽ നിന്നാണ്. 2, ഹി ക്ലോസ് ദ ഡോർ ഓൺ ഹിസ് ബ്രദർ. അവൻ ആദ്യമേ ദൈവത്തിങ്കിലേക്കുള്ള തന്റെ വാതിൽ അടച്ചു. ദൈവത്തിങ്കിലേക്കുള്ള വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നതാണ് സ്വന്തം സഹോദരനിലേക്കുള്ള വാതിൽ അടച്ചു കളയുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇന്ന് പല ആളുകൾക്കും തങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം സഹോദരന്മാരോട് ഒരു ബന്ധമില്ലാതെ, സ്വന്തം ആളുകളോട് ഒരു ബന്ധം നിലനിർത്താൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തിങ്കിലേക്കുള്ള അവരുടെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിങ്കിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടാൽ സഹോദരനിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല. ദൈവത്തിങ്കിലേക്കുള്ള വാതിൽ അവൻ ആദ്യമേ അടച്ചു കളഞ്ഞു. അതിന് ഹേതുവായത് അവന്റെ അവിശ്വാസമാണ്. അവിശ്വാസം അവനെ ഉള്ളുന്നവനാക്കി മാറ്റി. അവന് രക്ഷയുടെ ഏകവാതിലിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. എന്നാൽ അത് നിമിത്തം എന്ത് ചെയ്തു? തന്റെ സഹോദരനിലേക്കുള്ള വാതിൽ അവൻ അടച്ചു കളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആദ്യ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം ചോദിക്കുകയാണ്, ഇവിടെ ഈ നിന്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാൻ വയ്യ എന്നാണ് പറയുന്നത്. എനിക്കറിയാൻ വയ്യ. ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ വന്ന് ദൈവത്തോട് കോപിച്ച് അവൻ ചോദിക്കുകയാണ്. അവൻ ആദ്യം എന്ത് ചെയ്യുന്നറിയാവോ? അവൻ ആദ്യം തൻ്റെ സഹോദരനെ അവൻ കൊന്നുകളഞ്ഞു. അവൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞു. രണ്ടാമത് അവന് ഒരു മതഭക്തനായി, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഹിപ്പോക്രാറ്റിക്, അല്ലെങ്കിൽ അവന് കപടഭക്തനായി മാറി. ഭക്തി അഭിനയിച്ചുകൊണ്ട് കപടഭക്തനായി അവൻ ജീവിച്ചു. തൻ്റെ സ്വന്തം സഹോദരനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കാരണം കൂടാതെ അവനോട് കയർത്ത് അവനെ കൊല്ലുവാൻ കാരണമായി തീർന്ന ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ കപടഭക്തനായി തീർന്നു. അവൻ ദൈവത്തോട് തൻ്റെ സഹോദരനെ കുറിച്ച് കളവ് പറഞ്ഞു. ദൈവം ഇറങ്ങി വന്ന ഹാബേലിന്റെ ചോര നിലത്തുനിന്ന് പ്രതികാരത്തിനായി ദൈവത്തോട് നിലവിളിച്ചു. നിഷ്കളങ്കനായ ഹാബേലിന്റെ നിർമ്മലമായ രക്തം ചൊരിയിച്ച കായിനോട് അവന്റെ കുറ്റം വലുതാണെന്ന് ദൈവം ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇതാ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴ്പ്പെടുത്തണം എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തോട് പറയുകയാണ്, മൈ ബ്രദേഴ്സ് കീപ്പർ, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? എന്നെ ലോകമെമ്പാടുമായി കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഓരോരുത്തരും പരസ്പരം കാവൽക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആത്മരക്ഷ പ്രാപിച്ചയാളാണെങ്കിൽ, നിങ്ങളുടെ നെയ്ബർഹുഡിൽ പാർക്കുന്ന ആള് ആ കർത്താവായ യേശുവിനെ ആ നിലയിൽ അംഗീകരിക്കാത്ത ഒരാളാണെങ്കിൽ, നിശ്ചയമായും ആ വ്യക്തിക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗത്തെ ചൂണ്ടിക്കാണിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ആ റെസ്പോൺസിബിലിറ്റി ഗോഡ് ഹാസ് ലെയ്ഡ് ഓൺ യു. നിങ്ങളിലാണ് ദൈവം അത് വെച്ചിരിക്കുന്നത്. നിങ്ങളത് നടപടിയായി എന്ത് ചെയ്യണം? നിവർത്തിക്കണം. ഈച്ച് പേഴ്സൺ ഈസ് ദി ബ്രദർ, ദി കീപ്പർ ഓഫ് ഹിസ് ഓൺ നെയ്ബർ ഓർ ഹിസ് ഓൺ ബ്രദർ. ഓരോ വ്യക്തിയും തൻ്റെ അയൽക്കാരൻ്റെ അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? തൻ്റെ സഹോദരനെ
അവൻ കൊന്നു. 2, അവന്റെ സഹോദരനോട് അസൂയപ്പെട്ടു. അവന്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ് അവനോട് അസൂയപ്പെടുവാൻ കാരണമായി തീർന്നത്. ആ അസൂയ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സ്വന്തം സഹോദരനോട് മൃഗീയമായ നിലയിൽ ഏർപ്പെട്ട വ്യക്തി അവനിലേക്കുള്ള വാതിൽ അവൻ അടച്ചു കളഞ്ഞു. ഞാൻ ആദ്യം ഓർപ്പിച്ചല്ലോ, ഫസ്റ്റ് ഹി ക്ലോസ് ദ ഡോർ ടുവേർഡ് ഗാഡ്. ദൈവത്തിലേക്കുള്ള വാതിൽ അവൻ ആദ്യം അടച്ചു. സെക്കൻഡ്ലി ഹി ക്ലോസ് ദ ഡോർ ടുവേർഡ്സ് ഹിസ് ബ്രദർ. തന്റെ സ്വന്തം സഹോദരനിലേക്കുള്ള വാതിൽ അവൻ അടച്ചു. 3, ഹി ക്ലോസ് ദ ഡോർ ഓൺ ഹിംസെൽഫ് ബൈ ഹിസ് ഡിസോണസ്റ്റി. അവന്റെ അവിശ്വസ്തത മുഖാന്തരം തന്നിലേക്ക് തന്നെയുള്ള വാതിൽ അവൻ അടച്ചു കളഞ്ഞു. പല മനുഷ്യരും അവിശ്വസ്തന്മാരാണ്. എന്നാൽ കായിൻ വാസ് എ ലയർ. അവൻ ആരായിരുന്നു? അവൻ ഫോഷ്ക് പറയുന്നവനായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതുന്ന ഹി വാസ് ഓഫ് ദാറ്റ് ഡെവിൾ എന്ന് പറയുന്നത്. അവന് ആരെയാണ്? അവൻ പിശാചിന്റെ മകനാണ്, പിശാചിൽ നിന്നുള്ളവനാണ്. ആദാമിൽ നിന്ന് ജനിച്ചവനാണെങ്കിലും പിശാചിൽ നിന്നുള്ളവനാണ്. ഹി ലൈഡ് അബൌട്ട് ഹിസ് ബ്രദർ. അവന്റെ സ്വന്തം സഹോദരനെ കുറിച്ച് അവൻ എന്ത് ചെയ്തു? ഫോഷ്ക് പറഞ്ഞു, കള്ളം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ താന് പരീക്ഷന്മാരോടും ശാസ്ത്രന്മാരോടും സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു. അവരോട് ചോദിച്ചു, അവരോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുത്രനെ അറിയുമെങ്കിൽ സാക്ഷാൽ നിങ്ങൾ ആരായിത്തീരും? സ്വതന്ത്രർ ആയിത്തീരും. നിങ്ങൾ പുത്രനെ അറിയുകയും അങ്ങനെ ദൈവത്തിനെ അറിയുകയും അവൻ നിങ്ങളെ സ്വതന്ത്രനാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ യഹൂദ പരീക്ഷകൾ പറയുകയാണ്, ഞങ്ങൾ ഇന്നുവരെയും ആർക്കും അടിമകളായി ഇരുന്നിട്ടില്ല. കർത്താവ് വീണ്ടും പറഞ്ഞു, ക്രിസ്തു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, അതായത് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. അപ്പോഴവർ പറയുന്നത്, വി ഹാവ് നെവർ ബീൻ ഇൻ സ്ലേവറി ടു എനിബഡി. ഞങ്ങൾ ആർക്കും ഇന്നുവരെയും അടിമകളായിട്ടില്ല. പച്ചക്കള്ളമാണ്. കാരണം 430 വർഷക്കാലം മിസ്രൈമിൽ അടിമകളായിരുന്നു, 70 വർഷക്കാലം ബാബിലോണിൽ അടിമകളായിരുന്നു, ഏതാണ്ട് 110 വർഷക്കാലം കനാൻ ദേശത്ത് വന്ന ശേഷവും 7ഓളം ജാതികൾക്ക് അടിമകളായി അവർ കഴിഞ്ഞു. ഇപ്പോഴാകട്ടെ കഴിഞ്ഞ ഏറിയ സംവത്സരങ്ങളായി റോമൻ അടിമത്വത്തിന് കീഴിൽ അവർ കഴിയുകയാണ്. അവരുടെ സകല സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴും അവർക്ക് വമ്പ് പറയുന്നതിൽ യാതൊരു മടിയില്ല. അവർ പറയുകയാണ്, വി ഹാവ് നെവർ ബീൻ സ്ലേവ് ടു എനിബഡി. ഞങ്ങൾ ഒരിക്കലും ആർക്കും അടിമകളായി ഇരുന്നിട്ടില്ല. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾ വേറെ ഒരു വാക്കോട് പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ, ഞങ്ങൾ ആർക്കും അടിമകളായിരുന്നില്ല. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ഹൂങ്ക് വി ആർ ദ ഡിസെൻഡൻസ് ഓഫ് എബ്രഹാം എന്നാണ്. അപ്പൊ അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായതുകൊണ്ട്, വംശാവലിയിൽപ്പെട്ടവരായതുകൊണ്ട് ഞങ്ങൾ ആർക്കും അടിമകളല്ല എന്നാണ് അവർ പറഞ്ഞത്. ഇവിടുത്തെ നസറായ മതസ്ഥരിൽ ക്രൈസ്തവരും ചിന്തിക്കുന്ന എങ്ങനെ അറിയാവോ? പണ്ടെങ്ങോ തോമസ് ലീഗ ഇന്ത്യയിൽ വന്ന കാലത്തെങ്ങാണ്ട് പൂർവ്വപിതാക്കന്മാരിൽ ആരോ ക്രിസ്ത്യാനികളായി, അതുകൊണ്ട് ആ പാരമ്പര്യത്തിൽ മാമോദിസ ഏറ്റവും മുമ്പോട്ട് പോകുന്ന ഞങ്ങളും ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളാണ് എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അതുകൊണ്ട് മനസ്സിലാക്കണം, അങ്ങനെ ഒരിക്കലും ആയിത്തിരുത്തല്ല. നമുക്ക് ആത്മരക്ഷ ഇൻഡിവിജ്വലാണ്, കളക്റ്റീവ് അല്ല, അത് സാമൂഹികപരമല്ല. ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് പാപം. അതുകൊണ്ട് തന്നെ പാപം നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ പിശാചിന്റെ മക്കളാണ്. പിശാച് ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. അത് ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞ യഹൂദന്മാരോട്, അല്ല, നിങ്ങൾ പിശാചിന്റെ സന്തതികളാണ്, നിങ്ങൾ പറയുന്നത് ഭോഷ്കാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വാസ്തവത്തില് നിങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നവരാണ് എന്ന് കർത്താവ് പറയുമ്പോൾ, യു ആർ കമ്മിങ് ഫ്രം ഡെവിൾ എന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ പിശാചിന്റെ സന്തതികളാണ്. ഇവിടെ വാസ്തവത്തിൽ ആരാണ്? പിശാചിന്റെ സന്തതിയാണ്. അവനെ ദൈവത്തോട് ഭോഷ്ക് പറഞ്ഞു, കളവ് പറഞ്ഞു. ഹി വാസ് ഓഫ് ദാറ്റ് വിക്കഡ് വൺ. അവൻ ആരാണ്? അവന് പിശാചിന്റെ മകനാണ്. രക്ഷിക്കപ്പെടാതെ എല്ലാ ആളുകളും പിശാചിന്റെ മക്കളാണെന്നാണ് ദൈവനും പറയുന്നത്. പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾ ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ ആയിരിക്കാം. ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയാകുന്നില്ല. നിങ്ങൾ ക്രിസ്ത്യാനിയാകണം എന്ത് ചെയ്യണം? നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. കർത്താവായ യേശുവിനെ നിങ്ങൾ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് ക്രിസ്തുവിന്റെ മകനായി അല്ലെങ്കിൽ മകളായി നിങ്ങൾ ജനിക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾ ദൈവമക്കൾ ആകുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരാണ്, പിശാചിന്റെ മക്കളാണ്. നിങ്ങൾ പറയുമായിരിക്കും, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പുരോഹിതൻ ചൊല്ലുമ്പോൾ
ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ ഇടപെടാതെ ചൊല്ലുന്നവരാണ് ഞങ്ങളെ എങ്ങനെ പിശാചിന്റെ മക്കളെന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കാം. അബ്രഹാമിന്റെ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് ഇസ്രായേലിന്റെ ന്യായപ്രമാണം പ്രാപിച്ച് ദേവാലയത്തിനകത്ത് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് യാഗങ്ങളും ബലികളും അർപ്പിച്ചുവെന്ന യഹൂദന്മാരെ നോക്കി യേശു എങ്ങനെയാണ് നിങ്ങൾ പിശാചിന്റെ മക്കൾ എന്ന് പറഞ്ഞത്? അതുപോലെയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ പിശാചിന്റെ മക്കളാണ്. അപ്പോൾ ഇവിടെ ഈ കായീൻ അവന് ഭോഷ്ക് പറയുന്നവനായിരുന്നു. അവൻ തൻ്റെ സഹോദരനെ കുറിച്ച് ദൈവത്തോട് കളവ് പറഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു അവന് ഭോഷ്ക് പറയുന്നവനും പിശാചിന്റെ മകനുമാകുന്നു. അപ്പോൾ അവന് എന്തൊക്കെ ചെയ്തേ? ഈ ക്ലോസ് ഡോർ ടുവേർഡ് ഗോഡ് ഫസ്റ്റ്. ആദ്യമേ ദൈവത്തോടുള്ളവന്റെ വാതിൽ അവൻ അടച്ചു കളഞ്ഞു. തന്നെ ഈ ക്ലോസ് ഡോർ ടുവേർഡ് ഹിസ് ബ്രദർ, അവന്റെ സഹോദരനു നേരെയുള്ള വാതിലടച്ചു. ആൻഡ് തേർഡ്ലി ഹി ക്ലോസ് ഡോർ ഓൺ ഹിംസെൽഫ് ബൈ ഹിസ് ഡിസോണസ്റ്റി. അവന്റെ അവിശ്വസ്ത കൊണ്ട് തന്നിലേക്ക് തന്നെയുള്ള വാതിൽ അവൻ അടച്ചു കളഞ്ഞു. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം. ഫൈനലി ഹി ക്ലോസ് ദ ഡോർ ഓഫ് ഹിസ് ലൈഫ് ബൈ ഹിസ് ഡെസ്പെയർ ആൻഡ് ലോൺലെസ്. തന്റെ ജീവിതത്തിന്റെ വാതിലുകളെ ഏറ്റൊടുവിലായി നിരാശയിലും ഏകാന്തതയിലുമായി അവൻ അടച്ചു കളഞ്ഞു. ദൈവത്തോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഇപ്പോൾ നീ അധർമ്മം ചെയ്തിരിക്കുകയാണ്, നീ ശാപഗ്രസ്തനായി ദേശം വിട്ട് ദൂരവേ പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ ശാപം ഏറ്റുവാങ്ങി ദൈവസന്നിധിയിൽ നിന്ന് ദൂരവേ യാത്ര ചെയ്യാൻ പോകുന്ന കയ്യിന് ആ സമയത്തെങ്കിലും ഒരു മനസ്സാന്തരമുണ്ടായി. പിതാവായ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ കുറ്റം ചെയ്തു പോയി, എൻ്റെ പാപം പൊറുക്കാത്തതാണ്, അവിടുന്ന് എന്നോട് മനസ്സറിയണമേ, അവിടുന്ന് എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പാപപരിഹാരം അന്വേഷിക്കേണ്ട പകരം അവൻ ചോദിച്ചെന്നറിയാമോ? എന്നെ ആരെങ്കിലും കണ്ടാൽ കൊല്ലാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് നെറ്റിമേൽ ഒരടയാളം തരണം എന്നവൻ ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവിടെ ഭൂമിയിൽ ഈ കായിനല്ലാതെ ഇനിയും ഒരു മനുഷ്യമില്ല. ആദാമും ഹവ്വായും കായിനില്ല, വേറെ ആരുമില്ല. ഇപ്പോൾ ഭൂമിയിൽ ഒരു നിവാസമില്ല. പിന്നെ ആരെ കണ്ടിട്ട് അവനെ കൊല്ലുന്നത്? പക്ഷേ അവൻ്റെ കുറ്റബോധം ശ്രദ്ധിക്കണം. അപ്പോഴും പാപക്ഷമയ്ക്കായി ദൈവത്തെ അപേക്ഷിക്കാതെ അവനെ ആരെങ്കിലും കണ്ടാൽ കൊല്ലാതിരിക്കേണ്ടതിന് ഒരടയാളം ചോദിച്ചുകൊണ്ട് ശാപഗ്രസ്തനായി അവൻ നോദ് ദേശത്ത് എന്ന് പാർത്തു, ഒരു സംസ്കാരം കെട്ടിപ്പടുത്തു എന്ന് വായിക്കുന്നു. പ്രിയമുള്ളവരെ, എന്തായിരുന്നു എൻ്റെ പരിണതഫലം? ഹി വാസ് ഫോളൻ ഇൻ ഡെസ്പെയർ ആൻഡ് ലോൺലിനെസ്. തൻ്റെ ജീവിതം നിരാശയുടെ പടുകുഴിയിലേക്കും ഏകാന്തതയിലേക്കും നിവദിച്ചു കളഞ്ഞു. ആർക്കും അവനെ രക്ഷിപ്പാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? വാതിലുകൾ അടയ്ക്കുക എന്നുള്ളതായിരുന്നു. ദൈവത്തിലേക്കുള്ള വാതിലടയ്ക്കുക, സഹോദരനിലേക്കുള്ള വാതിലടയ്ക്കുക, തന്നിലേക്ക് തന്നെയുള്ള വാതിലടയ്ക്കുക. ജീവിതത്തിന്റെ മുഴുവൻ വാതിലുകളും നിരാശയും ഏകാന്തതയും കൊണ്ട് അടച്ചു കളയുക. തോറയോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരിക്കൽ ഒരു നിർവചനം പറഞ്ഞത് സിറ്റിയെക്കുറിച്ചാണ്, പട്ടണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കായിൻ പോയി നോദേശി എന്ന ഒരു പട്ടണം പാർത്ത് തൻ്റെ മകന്റെ പേര് അതിനിട്ട് അവനിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഈ കായിന്റെ സംസ്കാരമാണ് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ നോഹയുടെ കാലത്ത് മഹാപ്രളയത്താൽ ദൈവം സംഹരിച്ചു കളഞ്ഞത്. പറഞ്ഞാൽ കായിൻ കെട്ടിപ്പൊക്കിയ ദൈവമില്ലാത്ത സാംസ്കാരികമല്ലാത്ത മൊറാലിറ്റി ഇല്ലാത്ത ആ സംസ്കാരത്തെ ദൈവം സമ്പൂർണ്ണമായി വാഷ് ഔട്ട് ചെയ്തു. തന്റെ ജീവിതം മുഴുവൻ ഏകാന്തതയുടെ തടവറയിൽ, നിരാശയുടെ നെടുവീർപ്പിൻ തടവറയിൽ അദ്ദേഹം കഴിയേണ്ടായി വന്നു. ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് തോറയോ എന്ന് പറയുന്ന അമേരിക്കൻ തത്വചിന്തകൻ പറഞ്ഞ കഥയാണ്. അദ്ദേഹം പറഞ്ഞറിയാവോ, ഇന്ന് അനേക ആളുകളും ഗ്രാമവാസം അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ ജീവിതം ഉപേക്ഷിച്ച് വലിയ പട്ടണങ്ങളിലേക്ക് കുടിയേറി അവിടെ ഫ്ളാറ്റുകൾ ഒന്നിച്ച് താമസിക്കുകയാണ്. ഒരു ഫ്ളാറ്റിൽ 10, 80, 100, 120 ഫാമിലികൾ താമസിക്കുന്നു. അപ്പം ഒരേ ഫ്ളാറ്റിലാണെങ്കിലും അവർ തമ്മിൽ പരസ്പര ബന്ധമില്ല. എല്ലാവരും അവരവരുടെ ഫ്ളാറ്റിൽ സെക്ലൂഡ് ആണ്, ഏകാന്തതയിലാണ് ഈ ജീവിതം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിറ്റി ഈസ് എ പ്ലേസ് വെയർ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡ്വെൽ ടുഗദർ ലോൺലി. പട്ടണം എന്ന് പറയുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഏകാന്തതയുടെ തടവരയിൽ ഒന്നിച്ചു പാർക്കുന്ന സ്ഥലമാണ്. ഐ ആം എ വാണ്ടറർ ഹി ക്രൈഡ്. കായിൻ കരഞ്ഞു, അയ്യോ ഞാൻ ആരാണ്? ഒരു അലഞ്ഞു തിരിയുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, അവന്റെ പ്രശ്നം വാതിലുകൾ അടച്ചു കളയുക എന്നുള്ളതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ വാതിലുകൾ ദൈവത്തിലേക്ക് അടച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തുറക്കപ്പെട്ടൊരു വാതിൽ നിങ്ങളുടെ മുമ്പാകെ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വാതിലാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. ഈ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ നിങ്ങൾ ആത്മരക്ഷ പ്രാപിക്കും. ഈ വലിയ സന്ദേശം നിങ്ങൾ ഗൗരവമായി കണക്കാക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.